ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ പായസമാണ്. അതിന് മത്തങ്ങ വേവിച്ചതാണ് നെയ്യിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുകയാണേ. മത്തങ്ങ ഞാൻ കുക്കറിലാണ് വേവിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ പാത്രത്തിൽ വേണമെങ്കിൽ വേവിക്കാവുന്നതാണ്. ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തത് ഞാൻ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അതിനുശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ആ മത്തങ്ങ നെയ്യുമായിട്ടൊന്ന് ചേർന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് കഴിക്കണേ. ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്ത് വെക്കാം. ഞാനിതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലാണെങ്കിൽ 2-ാം പാലും നമുക്ക് 1-ാം പാലും ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 കിലോ മത്തങ്ങയ്ക്ക് ഒരു 200 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. 150 ഗ്രാം മതി. ഞങ്ങളൊക്കെ ഒരു മധുരപ്രിയരായതുകൊണ്ട് ഞങ്ങളൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇതൊരുവിധം തിളച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ശർക്കര പാനിയാക്കിയത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനിയാക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇത് എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു 5 സ്പൂൺ അരിപ്പൊടി, ഒരു 2-ാം പാല് ഒന്ന് സോക്ക് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ശർക്കരപ്പാനി ഇതിനകത്തൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ അരിപ്പൊടിയും കൂടി ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കണം. നമുക്കിനി ആ അരിപ്പൊടി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ. അതോടൊപ്പം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് 2-ാം പാലും കൂടി ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ 2-ാം പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക.
ഇതിലേക്ക് നമുക്കൊരു ശകലം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒരു ശകലം ഉപ്പും കൂടി ചേർക്കുന്നത് നമുക്ക് ഈ ശർക്കരയുടെ ഒരു കുത്തൽ മാറാനായിട്ട് സഹായിക്കും കേട്ടോ. ഒരു ശകലം ഉപ്പ് മതി, ഒരുപാട് വേണ്ട. ഒരു ശകലം നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആക്കി വെച്ചേക്കുന്ന ഒന്നാം പാലും ചേർത്ത് കിസ്മിസും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി.